നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായത് നാണംകെട്ട ലജ്ജാകരമായ തോൽവിയാണ് എന്ന് തുറന്നു പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റി അംഗം പി.കെ. ശ്രീമതി രംഗത്ത് വരുന്നതോടുകൂടി CPM-ലെ ഭിന്നത ചർച്ചകളിൽ നിറയുകയാണ്. തോൽവിയുടെ ഉത്തരവാദിത്വം ഒരാളിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്ന് ശ്രീമതി ടീച്ചർ പറയുമ്പോൾ അത് പിണറായി വിജയനെ രക്ഷിക്കാനുള്ള പരിചയമാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നാം. എന്നാൽ രാഷ്ട്രീയ വൃത്തങ്ങൾ ഇതിനെ വായിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. പിണറായി വിജയൻ ഗോവിന്ദൻ നേതൃത്വത്തിന്റെ തെറ്റായ ശൈലികൾക്കെതിരെ കേന്ദ്രത്തിന്റെ പിന്തുണയോടുകൂടി ശ്രീമതി ടീച്ചർ നടത്തുന്ന കൃത്യമായ രാഷ്ട്രീയ പ്രതികാരമാണ് ഇത് എന്നാണ് വിലയിരുത്തൽ. തോൽവിയെ അപ്രതീക്ഷിതം എന്ന് വിളിച്ച് ലഘൂകരിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുമ്പോൾ അതിനെ ലജ്ജാകരം എന്ന് വിശേഷിപ്പിച്ചതിലൂടെ നേതൃത്വത്തിന്റെ മുഖത്തടിക്കുകയാണ് ടീച്ചർ ചെയ്തിരിക്കുന്നത്. ശ്രീമതി ടീച്ചറെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനും പൊതുമുഖങ്ങളെ തിരികെ കയറ്റാനും സംസ്ഥാന ഔദ്യോഗിക നേതൃത്വം പരമാവധി സമ്മർദ്ദം ചെലുത്തുകയുണ്ടായി. ശ്രീമതി ടീച്ചർ മാറി നിൽക്കുന്നതോടുകൂടി മുഹമ്മദ് റിയാസിന് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വഴി തുറക്കും എന്നതായിരുന്നു പിണറായി വിജയനും ഗോവിന്ദനും കണക്ക് കൂട്ടിയത്. പക്ഷെ അതുണ്ടായില്ല. മഹിളാ അസോസിയേഷന്റെ ദേശീയ പ്രസിഡന്റ് കേന്ദ്ര കമ്മിറ്റിയിൽ വീണ്ടും ഇടം നേടി. ഇത് സംസ്ഥാന നേതൃത്വത്തിന് പിടിച്ചില്ല. അതിനുശേഷം സംസ്ഥാന നേതൃയോഗങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ശ്രീമതി ടീച്ചറെ തടയാനും അവരുടെ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യാനും വരെ ഈ അച്ചുതണ്ട് മടിച്ചില്ല. എന്നാൽ കേരള ഘടകത്തിലെ വ്യക്തി കേന്ദ്രീകൃത ആധിപത്യത്തിൽ അതൃപ്തിയുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ ശക്തമായ പിന്തുണയോടുകൂടിയാണ് ടീച്ചർ ഈ വെട്ടിനിരത്തൽ തന്ത്രങ്ങളെ മുഴുവൻ അതിജീവിച്ചത്. സംസ്ഥാന നേതൃയോഗങ്ങളിൽ സജീവമാകുകയും ചെയ്തു. കേരളത്തിലെ CPM-ൽ ഇപ്പോഴും ശക്തമായ തിരുത്തൽ ശക്തിയാകാനുള്ള കരുത്തും ജനപിന്തുണയും പി.കെ. ശ്രീമതിക്കുണ്ട്. തിരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടിക്ക് കാരണം താഴെത്തട്ടിലെ വീഴ്ചയല്ല, മറിച്ച് ഉന്നതന്മാരുടെ ധാർഷ്ട്യമാണ് എന്ന് അണികൾ വിശ്വസിക്കുന്ന ഈ സാഹചര്യത്തിൽ ശ്രീമതി ടീച്ചറും കെ ശൈലജ ടീച്ചറും കൈകോർക്കുകയാണ് എങ്കിൽ പാർട്ടിയിലെ എല്ലാ തെറ്റായ പ്രവണതകളും തിരുത്താൻ സാധിക്കും. പേരാവൂരിലെ അപ്രതീക്ഷിതമായ പരാജയത്തിന് ശേഷവും പരസ്യമായി പാർട്ടിയെ വെട്ടിലാക്കാൻ ശൈലജ ടീച്ചർ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്നെ ഒതുക്കി എന്നത് വ്യാജ പ്രചരണമാണ്. പിണറായി പ്രതിപക്ഷ നേതാവായി തുടരുന്നതിൽ തകരാറില്ല എന്ന് ടീച്ചർ പറയുമ്പോഴും തോൽവിയിൽ തങ്ങൾക്കുള്ള അമർഷം ഇരുവരും വാക്കുകളിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. കേരളത്തിലെ CPM മറ്റൊരു ബംഗാളോ ത്രിപുരയോ ആയി മാറാതിരിക്കണമെങ്കിൽ ഈ രണ്ട് വനിതാ രത്നങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലേക്ക് കടക്കേണ്ടി വരും. പാർട്ടിയിൽ പരമാധികാരി ചമയുന്നവരെയും ശാസിക്കുന്നവരെയും കൃത്യമായി ശാസിക്കാൻ ഇവർ തയ്യാറാകുമോ എന്നതാണ് അണികൾ ഉറ്റുനോക്കുന്നത്. പുതിയ UDF സർക്കാർ പ്രഖ്യാപിച്ച ആശാ വർക്കർമാരുടെ ഓണറേറിയം വർധനവിനെയും സൗജന്യ ബസ് യാത്രയെയും സ്വാഗതം ചെയ്തുകൊണ്ട് പി.കെ. ശ്രീമതി നടത്തിയ പ്രസ്താവന പിണറായി വിജയന്റെ കടുംപിടുത്ത രാഷ്ട്രീയ ശൈലിയോടുള്ള വിയോജിപ്പ് കൂടിയാണ്. കേന്ദ്ര കമ്മിറ്റി യോഗം അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അപ്രമാദിത്വത്തിന് കടിഞ്ഞാണിടാൻ ശ്രീമതി ടീച്ചർ ഈ അവസരം കൃത്യമായി ഉപയോഗിക്കും എന്നുറപ്പ്. കേന്ദ്ര കമ്മിറ്റിയിൽ ശൈലജ ടീച്ചറുമുണ്ട്. സംസ്ഥാനത്തെ തെറ്റായ പ്രവണതകൾ അവർക്കും ഉയർത്തിക്കാട്ടാം. അത് കേരളത്തിലെ പാർട്ടിയിൽ തെറ്റ് തിരുത്തലിനുള്ള അവസരമായി വഴിമാറും.